ഷീസ്ക്ക് സ്വാഗതം. സൗന്ദര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ കേശവും നമ്മുടെ ഹെയർ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു, അതെങ്ങനെ ഭംഗിയായിട്ട് വെക്കുന്നു, സംരക്ഷിച്ചാൽ മാത്രം പോരാ, അതിനെ നമുക്ക് ഓരോരുത്തർക്ക് ചേരുന്നതിലുള്ള തലമുടി കെട്ടുക, അല്ലെങ്കിൽ നമ്മുടെ തലമുടി ചുരുണ്ട മുടിയുള്ളവരുണ്ട്, നീണ്ട മുടിയുള്ളവരുണ്ട്, അതിന് ചേരുന്ന തരത്തിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ കേശാലങ്കാരം ചെയ്ത് ഞാൻ പറയാം. ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചുരുണ്ട മുടിയുള്ള ഒരാളുടെ തലമുടി നമുക്ക് പുട്ടപ്പ് സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ ലൂസായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കെട്ടാവുന്ന ഹെയർ സ്റ്റൈലുണ്ട്. അപ്പൊ ഏതാണ് ചുരുണ്ട മുടിക്കാർക്ക് എല്ലാ ഹെയർ സ്റ്റൈലും ചിലപ്പോൾ ചേർന്നിരിക്കില്ല. അതുകൊണ്ട് അതിന് ചേർന്ന തരത്തിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇന്ന് കാണിച്ചു തരുന്നതാണ്. അതായത് ഇപ്പം സാരി കൊടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ കുറച്ച് പുട്ടപ്പ് ആയിട്ടുള്ള ഒരു പ്രായം, കുറച്ച് ഒരു 10-35 വയസ്സൊക്കെ കഴിഞ്ഞാൽ മുടി കെട്ടിവെക്കുന്നത് വളരെ ഭംഗിയാണ്. ആ ഫംഗ്ഷൻ നമ്മൾ പോകുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് അറ്റൻഡ് ചെയ്യാൻ പോണ അതിനനുസരിച്ച് വേണം നമ്മുടെ കേശാലങ്കാരവും ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹെയർ സ്റ്റൈൽ. അതേസമയം ഒരു യങ്സ്റ്റർ ആണെങ്കിൽ, ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തലമുടി പുട്ടപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഒരു ലൂസായിട്ട് ഉള്ള ഒരു സ്റ്റൈല്, ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റൈല്. അതേസമയം ചുരുണ്ട മുടിയാണ്, അപ്പൊ അവർക്ക് വെറുതെ അയച്ചിട്ടാൽ ചുരുണ്ട് കയറും. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ അതൊരു ഭംഗിയായിട്ടുള്ള വിധത്തില് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ചുരുണ്ട മുടിയാണെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകിയ മുടിയായിരിക്കണം. എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കണ്ടീഷണർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മാനേജബിൾ ആണ് കൂടുതൽ. തലമുടി നമ്മൾ ഏത് വിധത്തിൽ ആക്കാൻ സാധിക്കുന്നോ അങ്ങനെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമ്മളത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അതനുസരിച്ച് നമുക്ക് ആ ഷേപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഹെയർ കണ്ടീഷണർ ഉപയോഗിച്ച് തലമുടി കഴുകുന്നത്. ചുരുണ്ട തലമുടി ആവുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ബ്രഷ് ചെയ്ത് അതിലെ ചെടകളെല്ലാം എടുത്ത് കളഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പുട്ടപ്പ് സ്റ്റൈലാണെങ്കിൽ നമുക്കത് പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചീവി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെടയും പാടില്ല. തലമുടിയുടെ അറ്റം വരെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ചീവിയിരിക്കണം. പ്രത്യേകിച്ച് ചുരുണ്ട മുടിയായതുകൊണ്ട് അങ്ങ് ചെട കെട്ടാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെട കെട്ടും. ഇതിപ്പോ നിങ്ങൾക്ക് സാരിയൊക്കെ കൊടുത്തു പോകാനുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ചുരുണ്ട മുടിയാണെങ്കിൽ എങ്ങനെ പുട്ടപ്പ് ചെയ്യും. സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പ്രയാസമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സിസ്റ്ററിനോ അല്ലെങ്കിൽ ആന്റിമാർക്കോ ആർക്കെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കണമെങ്കിൽ ഇത് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇത് അറിയുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, അവർക്കും സന്തോഷമാവും. ആദ്യം എല്ലാ മുടിയും കൂടെ ചീവി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇടുക. പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അല്പം വീതം മുടി സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് റോൾ ചെയ്യുക. ഇപ്പൊ ചുരുണ്ട മുടി ആയതുകൊണ്ട് കൊച്ചു മുടികളൊക്കെ പൊട്ട് ധാരാളം കാണും. അപ്പൊ അത് അറിയാതെ ഇരിക്കാനായിട്ട് അല്പം ഹെയർ ജെല്ല് പുരട്ടുക. ഹെയർ ജെല്ല് പുരട്ടുമ്പോൾ നമ്മുടെ ഈ ചെറിയ മുടികളോ ചുരുണ്ട മുടിയൊക്കെ പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് നല്ല നീറ്റായിട്ട് വന്നോളൂ. ആദ്യമായിട്ട് സ്വല്പം മുടിയെടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് സ്ലൈഡ് വെച്ച് കുത്തി വയ്ക്കുക. സാധാരണ ബോപ്പിൻസ് സ്ലൈഡ് വെച്ചാൽ മതി, മെറ്റലിന്റെ സ്ലൈഡ് അത് വെച്ച് കുത്താം. എന്നിട്ട് ഈ മുടി നമ്മുടെ വിരലിൽ വെച്ച് തന്നെ ചുരുട്ടിയെടുക്കുക, റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് അതൊരു റോളാക്കി മുകളിൽ കുത്തുക.
അതുപോലെ തന്നെ ഒരു 4 സൈഡിൽ നിന്നും ആദ്യമേ ഓരോ റോൾസ് ഉണ്ടാക്കുക. ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഹെയർ ജെല്ല് തലമുടിയിൽ പരട്ടിയിരിക്കണം. ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. 1-2 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അതിനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ 3 എണ്ണം ഉണ്ടാക്കിയിട്ട് ഇനി ഈ 2 സൈഡിലും ഓരോ റോളും നേരത്തെ കെട്ടിയ റോളിനോട് ചേർന്ന് വേണം എപ്പോഴും വരാൻ. സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കരുത്, ഗ്യാപ്പ് വരാൻ പാടില്ല. ആ ചേർന്നിരുന്നാലേ അതിന്റെ ഭംഗി കിട്ടുകയുള്ളൂ. ആദ്യം നമ്മൾ തലമുടിയിലോട്ട് നന്നായിട്ട് അത് കുത്തി വെച്ചതിന് ശേഷം വേണം റോൾ ചെയ്യാൻ. വിരലിലെടുത്ത് ഇങ്ങനെ ചുറ്റിയാൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മറ്റേ സൈഡിലും അതുപോലെ തന്നെ ചേർത്ത് കുത്തിയതിന് ശേഷം ചുരുട്ടണം. അതിനുശേഷം ബാക്കി മുടി മാറ്റി കുത്താവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് വീതം എടുത്ത് ഈ നടുക്കുള്ള എംറ്റി ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം റോൾസ് നമുക്ക് പല പല സൈസിലും ഉണ്ടാക്കി വയ്ക്കും. ഈ ചുറ്റും റോൾ ചെയ്തതിന് ശേഷം ബാക്കി മുടി പിന്നെ പ്രത്യേകിച്ച് കുത്തേണ്ട ആവശ്യമില്ല. റോൾ ചെയ്തതിന് ശേഷം കുത്തിയാൽ മതി. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് നേരത്തെ ചെയ്ത ആ റോളിന്റെ താഴോട്ട് കുത്തുക. എല്ലാം ഏകദേശം ഒരേ സൈസിൽ ആവണമെന്നില്ല. ആയാലും ഭംഗിയാണ്. അല്ലെങ്കിൽ നടുക്കോട്ടുള്ള റോൾസ് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, അല്ലെങ്കിൽ അല്പം വലുതാക്കാം. ഓരോരുത്തരുടെ മുടിയുടെ കട്ടി അനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള മുടി താഴെ അതേപോലെ തന്നെ ഒരു റോളുണ്ടാക്കും. അതെല്ലാം കൂടെ ആദ്യം ഒന്ന് കുത്തിയിരിക്കണം, അല്ലെങ്കിൽ അത് കഴുത്തിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ആദ്യം ഒരു സ്ലൈഡ് ഉപയോഗിച്ച് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കുത്തി വെച്ചതിന് ശേഷം ചുരുക്കുക. മുടി സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് വേണമെങ്കിൽ ഒരു സ്പ്രേ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ
സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മുടി കംപ്ലീറ്റ് കെട്ടിയതിന് ശേഷം പറക്കാതിരിക്കാൻ സ്പ്രേ ചെയ്താൽ മതി. ഇത് ഇത്രയും കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫുൾ ആ ചുരുണ്ട മുടി നല്ല വളരെ നീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ട് റോൾ ചെയ്ത് വെക്കാൻ പറ്റി. പിന്നെ ഒരു ഫംഗ്ഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡെക്കറേഷൻസ് ഉപയോഗിക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ മുത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബട്ടൺ റോസസ് ഒക്കെ അതിൻ്റെ ഇടയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇനി ഈ ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് മുത്തോ അല്ലെങ്കിൽ സ്റ്റോൺസ് കിട്ടും, അത് എന്തെങ്കിലും വെച്ച് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്ന. അത് ഓരോരുത്തരുടെ കലാബോധം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതേ തരത്തിൽ തന്നെ ചെയ്യണം എന്നില്ല. എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കുന്ന മുടി നല്ല ഒതുങ്ങി നന്നായിട്ടിരുന്നോളൂ. അത് ഡെക്കറേഷൻസ് വെക്കാന്ന് പറഞ്ഞാല് അത് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ നമുക്കൊരു റിസപ്ഷൻ, നമ്മളായിരിക്കും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആള്, അങ്ങനെയുള്ളപ്പോൾ ഡെക്കറേഷൻസ് വെക്കാം. അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ പർപ്പസ് എന്തുവാണ്, ആ ഫംഗ്ഷന് പോകുന്ന വെറുതെ നമ്മളൊരു ഗസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസേ വെക്കാറുള്ളൂ. ഇപ്പോൾ ഒരു ബ്രൈഡ് വെക്കുന്ന പോലെ ഹെയർ ഡെക്കറേഷൻ സാധാരണ വരുന്ന ഒരു ഗസ്റ്റാല് അത് ഒട്ടും സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി. എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈല് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഹെയർ സ്റ്റൈലിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ കൈ കൊണ്ട് റോൾ ചെയ്ത് ആർക്ക് വേണമെങ്കിലും 1-2 പ്രാവശ്യം ഒന്ന് നമ്മുടെ കൂടെ മുടിയിലൊന്ന് ട്രൈ ചെയ്താൽ അത് വരുന്നതാണ്. വീട്ടിലുള്ള അനിയത്തിമാർക്കോ ചേച്ചിമാർക്കോ ആൻറ്റിമാർക്കോ അമ്മയ്ക്കൊക്കെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ കെട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സ്റ്റൈലിലെ അടുത്ത ഹെയർ സ്റ്റൈലും ഒരു ചുരുണ്ട മുടിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെ. അതായത് പുട്ടപ്പ് സ്റ്റൈൽ അല്ലാതെ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നവര്, ഗാഗ്ര അല്ലെങ്കിൽ സൽവാർ, ഈവൻ ഡ്രസ്സസ് സ്കേർട്ടും ടീഷർട്ട് അങ്ങനെയൊക്കെ ഇടുന്ന കുട്ടികൾക്ക് പോലും ചുരുണ്ട മുടി നമുക്ക് എന്തായാലും പുട്ടപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. സാരിയുടെ കൂടെ സ്റ്റൈലൊക്കെ സൂട്ടബിൾ ആവുള്ളൂ. അപ്പോഴങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചുരുണ്ട മുടി എങ്ങനെ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ട് ഒരു ഫംഗ്ഷന് പോകാൻ പറ്റും, അങ്ങനെയുള്ളത് കൂടെയാണ് ഞാൻ ഇനിയിപ്പം കാണിക്കാൻ പോകുന്നത്. ചുരുണ്ട മുടി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നല്ലതായിട്ട് ആദ്യം ചീകി ഇവിടെ എല്ലാം എടുത്ത് മാറ്റിയിരിക്കണം. ഈ ചുരുണ്ട മുടി പ്രത്യേകിച്ച് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ചെയ്തിട്ട് അതിന് ശേഷം ഹെയർ കണ്ടീഷണറും കൂടെ ഉപയോഗിച്ച് തലമുടി കഴുകണം. എന്നാലേ നമുക്കത് മാനേജബിൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം നന്നായിട്ട് ചീവി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഹൈ പോണിറ്റെയിൽ കുറച്ച് പൊക്കി നമ്മൾ പോണിറ്റെയിൽ ഇടുക. ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഇത്തിരി പൊങ്ങി നമ്മൾ സാധാരണ മുടി കോളേജിലെ കുട്ടികളൊക്കെ കെട്ടി വയ്ക്കുമല്ലോ പൊക്കി, അതേപോലെ തന്നെ നല്ലതായിട്ടൊന്ന് പൊക്കി വേണം. റബ്ബർ ബാൻഡോ ഹെയർ ക്ലിപ്പോ എന്ത് വേണമെങ്കിലും, ഹെയർ ക്ലിപ്പ് വേണമെങ്കിലും ഇടാവുന്നതാണ്. പൊക്കി എല്ലാം മുടികളും കൂടെ ഒരുമിച്ച്. പോണിറ്റെയില് കെട്ടിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെ കുറച്ച് വീതം തലമുടികൾ എടുക്കുക. അത് നന്നായിട്ട് ചീകി സ്ട്രെയിറ്റ് ഒതുക്കിയിട്ട് ഹെയർ സ്പ്രേ ഉപയോഗിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്യണം. എന്നുവെച്ചാൽ ഈ ഹെയർ സ്റ്റൈൽ നിൽക്കണമെങ്കിൽ ഹെയർ സ്പ്രേ വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം
ഹെയർ സ്പ്രേ ചെയ്യുക. ഹെയർ സ്പ്രേ ചെയ്ത് അത് നന്നായിട്ട് തലമുടിയിലോട്ട് ഒന്ന് തേച്ചൊന്ന് പിടിപ്പിക്കാം. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ തന്നെ വിരലുകൾ കൊണ്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് എടുക്കണം. അറ്റം വരെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പകുതി മുക്കാലും റോൾ ചെയ്ത് വെച്ചിട്ട് വലിയ ബോപ്പിൽ സ്ലൈഡുകൾ ഉപയോഗിച്ച് അത് കുത്തിവെക്കുക. ഓരോ ബഞ്ചും അതേപോലെ തന്നെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം സ്പ്രേ ചെയ്യാം. റോൾസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ റോൾസ് ഉണ്ടാക്കാം. കുറവ് തലമുറയാണെങ്കിൽ കുറച്ച് ഒരു 5-6 റോൾസിന്റെ ആവശ്യമേ ഉള്ളൂ. വെളിയിലോട്ട് അകത്തോട്ട് നമുക്ക് ചുരുട്ടാവുന്നതാണ്. അതിങ്ങനെ വെളിയിലോട്ട് ചുരുട്ടിയാലും കുഴപ്പമില്ല. അത് ആ റോൾ ചെയ്ത് വരണം എന്നുള്ളതേ ഉള്ളൂ. സ്പ്രേ നന്നായിട്ട് തേച്ച് തലമുടിയിലൊന്ന് പിടിപ്പിക്കണം. വെറുതെ ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം പോരാ, കൈകൊണ്ട് ഇട്ട് പറ്റുള്ളൂ. ഇങ്ങനെ റോള് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച്, ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ. അഥവാ ഹെയർ ഡ്രയർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂർ ഫാനിന്റെ അടിയിലോ വല്ലതും ഇരുന്നാൽ മതി, അതങ്ങ് ഉണങ്ങിക്കോളും. ഹെയർ സ്പ്രേ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഹെയർ ഡ്രയർ ഉണക്ക് പെട്ടെന്ന് അത് ഉണക്കിയെടുക്കാം. ആദ്യം ഈ റോൾസ് എല്ലാം, ഈ സ്പ്രേ മുഴുവൻ നന്നായിട്ട് ഉണങ്ങി പിടിക്കണം. ഇങ്ങനെ ഉണക്കിയതിന് ശേഷം ആ ഹെയർ സ്പ്രേ എല്ലാം ഇപ്പൊ നല്ലതായിട്ട് ഉണങ്ങി. നമുക്ക് ആ മുടിയിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുടികളാണ്. അത് സ്റ്റിഫായോ നോക്കിയതിന് ശേഷം മാത്രമേ അത് ഇളക്കാവുള്ളൂ. ഇപ്പൊ ഹെയർ ഡ്രയർ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ കെട്ടിവെച്ച് ഒരു അരമണിക്കൂർ ഫാനിന്റെ അടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ അത് നമുക്ക് തൊടുമ്പോൾ അറിയാം ആ ഹെയർ പീസസ് ഒക്കെ നമ്മൾ ഉരുട്ടി വെച്ചതൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കും. അതിന് അപ്പോൾ അതായത് സ്പ്രേ എല്ലാം അതിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് സ്ലൈഡ് ഇളക്ക് കേൾ ചെയ്തിടാം. അപ്പൊ അതൊരു കേൾ ചെയ്ത് തലമുടി ഇട്ടിരിക്കുന്ന നീറ്റായിട്ട് ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. ചുരുണ്ട മുടിയാകുമ്പോൾ പ്രത്യേകിച്ച് പോണിറ്റൈലിൽ മാത്രം കെട്ടിപ്പോകുമ്പോൾ വൃത്തികേടായി പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകാതെ ഇത് ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ഒരു സ്റ്റൈലായിട്ടിരിക്കുകയും ചെയ്യും.
മുകളിൽ നിന്ന് തന്നെ ഓരോന്നായിട്ട് അതേ രീതിയിൽ തന്നെ നമ്മളത് തലമുടി നമ്മൾ ചുരുട്ടിയല്ലേ വെച്ചത്, അതേ രീതിയിൽ തന്നെ നമ്മളത് വെളിയിലോട്ട് എടുക്കുക. റൗണ്ട് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോഴേ അതൊരു കേൾ ചെയ്ത് ഒരു സ്റ്റൈലിൽ കിടക്കും. ഇപ്പം നമ്മൾ ചുരുട്ടി വെച്ച തലമുടിയെല്ലാം എല്ലാ ഹെയർ പീസും ഇതേപോലെ കേൾ ചെയ്ത് വരും. അതെല്ലാം ഓരോന്നായിട്ട് ആദ്യം മുകളിലോട്ട് കുത്തുക. റബ്ബർ ബാൻഡ് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ഹെയർസ് 2-3 സെറ്റ് നമ്മൾ അവിടെ മുകളിൽ കുത്തുന്നത്. അതേപോലെ തന്നെ ഓരോന്നുമായിട്ട് അതേപോലെ ഇളക്കുക. കൈ കൊണ്ട് പയ്യെ ചുറ്റി ഇളക്കുക. അധികം സ്ട്രെങ്ത് കൊടുത്ത് വലിക്കരുത്, സോഫ്റ്റ് ആയിരിക്കണം, എന്നാലേ ആ കേൾ അതുപോലെ കിടക്കുള്ളൂ. ചെറുതായിട്ട്, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് വിട്ടാൽ മതി. റൂൾസ് കിട്ടി. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് പൊക്കിയും താത്തിയൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ മാറ്റിയൊക്കെ കുത്തി ലെങ്ത്തൊക്കെ ഒരേപോലെ ആക്കാം. അല്ലെങ്കിൽ പല ലെങ്സിലാണ് വേണ്ടെങ്കിൽ പല ലെങ്സിൽ നമ്മൾ സ്പ്രേ ചെയ്ത് ചുരുട്ടിയത് കാരണം അത് അങ്ങനെ തന്നെ അതേ രീതിയിൽ കിടന്നു. വേണമെങ്കിൽ ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ സ്പ്രേ ചെയ്താൽ ഒന്നുകൂടെ ഒരു ഷുവറായിട്ട് അത് പോകില്ല എന്നുള്ള ഒരു ധൈര്യത്തിന് ആൾക്കൂടെ ഒന്നുകൂടെ സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആരും വിശ്വസിക്കില്ല നിങ്ങൾ തന്നെ ചെയ്തതാണെന്ന്. ഏത് ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്റ്റൈൽ ചെയ്തെന്ന് ചോദിക്കും. ഇത് നമുക്ക് ഡ്രസ്സസിന്റെ കൂടെ, പ്രത്യേകിച്ച് ഈവൻ സാരികളുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. പുട്ടപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ നമുക്ക് സാരി ഉടുക്കുമ്പോഴും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെന്തെങ്കിലും ഡെക്കറേഷൻസ് വയ്ക്കാം. ഇനി ഇങ്ങനെ നമ്മൾ മുഴുവൻ ഇങ്ങനെ കേൾ ചെയ്തിട്ടതിന് ശേഷം എന്തെങ്കിലും ഡെക്കറേഷൻ പീസ് വേണമെങ്കിൽ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പോ ബോയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇന്നിവിടെ ചുരുണ്ട മുടിയുള്ളവർക്ക് എങ്ങനെയാണ് പുട്ടപ്പ് സ്റ്റൈലും അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ലൂസായിട്ട് കിടക്കത്തക്ക വിധമുള്ള ഒരു ഹെയർ സ്റ്റൈലും ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹെയർ സ്റ്റൈലിൽ നിന്നും ഒരു ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യം പോലും വരില്ല. സ്വന്തമായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്.